ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ട്രയൽ ബാലൻസും അക്കൗണ്ടുകളിലെ തെറ്റുതിരുത്തലും. ഈ ചാപ്റ്ററിന്റെ യൂണിറ്റ് വെയിറ്റ് ഇൻ സ്കോർ എന്ന് പറയുന്നത് 5 ആണ്. ചാപ്റ്ററിലേക്ക് വിശദമായി പോകുന്നതിന് മുൻപ് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഓരോ ഡെബിറ്റിനും തത്തുല്യമായ ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്ന അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാന തത്വം നമ്മൾ മുൻ അധ്യായങ്ങളിൽ നേരത്തെ പഠിച്ചുവല്ലോ. അതിനാൽ എല്ലാ ഡെബിറ്റുകളുടെ ആകെത്തുകയും ക്രെഡിറ്റുകളുടെ ആകെത്തുകയും തുല്യമാണെങ്കിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത ഡെബിറ്റ് ക്രെഡിറ്റ് തുകകൾ കൃത്യമാണെന്ന് അനുമാനിക്കാം. ഇത്തരത്തിൽ ഡെബിറ്റ് ക്രെഡിറ്റ് തുകകളുടെ കൃത്യത പരിശോധിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ട്രയൽ ബാലൻസ് അഥവാ ശിഷ്ടപത്രം എന്ന് മലയാളത്തിൽ പറയും. ഡബിൾ എൻട്രി സിസ്റ്റത്തില് രണ്ട് ഘടകങ്ങളും, അതായത് ഡ്യുവൽ ആസ്പെക്ട്സുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സാംഖിക കൃത്യതാ നിർണയത്തിന് കൂടി ട്രയൽ ബാലൻസ് ഉപയോഗിക്കാം. ട്രയൽ ബാലൻസിന്റെ അർത്ഥം, തയ്യാറാക്കുന്ന രീതി, അക്കൗണ്ടിങ്ങിലെ വിവിധ തരം തെറ്റുകൾ, അത്തരം തെറ്റുകൾ തിരുത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയാണ് ഈ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം നമുക്ക് മീനിങ് ഓഫ് ട്രയൽ ബാലൻസ് നോക്കാം. അതായത് ട്രയൽ ബാലൻസിന്റെ അർത്ഥം എന്താണ്? A trial balance is a statement showing the balances or total of debits and credits of all the accounts in the ledger with a view to verify the arithmetical accuracy of posting into the ledger accounts. അതായത് ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് തുക അല്ലെങ്കിൽ ഡെബിറ്റുകളുടെയും ക്രെഡിറ്റുകളുടെയും ആകെ തുക കാണിക്കുന്ന പത്രികയാണ് ട്രയൽ ബാലൻസ്. ലെഡ്ജർ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തത് സാംഖികമായി ശരിയാണോ എന്ന് പരിശോധിക്കുക എന്ന ഉദ്ദേശവും കൂടി ഇതിനുണ്ട്. ധനകാര്യ പത്രികകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് ഏറെ സഹായകരമായ ട്രയൽ ബാലൻസ് എല്ലാ അക്കൗണ്ടുകളുടെയും വർഷ അവസാനത്തിൽ കാണിക്കുന്നത് കൊണ്ട് അക്കൗണ്ടിംഗ് പ്രക്രിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രികയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയാം. ലെഡ്ജർ മുഴുവനായും പരിശോധിക്കാതെ തന്നെ എല്ലാ ബാലൻസുകളും ട്രയൽ ബാലൻസിൽ നിന്ന് ലഭ്യമാകുന്നത് കൊണ്ട് അക്കൗണ്ടന്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്ന ജോലി എളുപ്പമാവുകയും ചെയ്യും. ഇവിടെ സൂചിപ്പിക്കുന്നത് എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ എടുത്തുകൊണ്ടാണ് സാധാരണയായി ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. ട്രയൽ ബാലൻസ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് വിത്ത് ദി ബാലൻസസ് ഓഫ് അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ എടുത്തുകൊണ്ടാണ് സാധാരണയായിട്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫില് ഇത്രയും ഇതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റില് മാർക്ക് ചെയ്തിടുക. ഇത് ട്രയൽ ബാലൻസിന്റെ മീനിങ് ആയിട്ട് എഴുതേണ്ടതാണ്. ഇവിടെ ഒരു ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് പരിചയമുള്ളതാണ്. നമ്മൾ നേരത്തെ 3rd ചാപ്റ്ററിൽ ജേർണൽ എഴുതി, ലെഡ്ജർ എഴുതി, അതിൽ നിന്ന് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് വരച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ അക്കൗണ്ടിന്റെ ടൈറ്റില്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, ഇവിടെ ടോട്ടൽ എഴുതാനുള്ള കോളം. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് ആണ്. ഇറ്റ് ഈസ് നോർമലി പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ. ഇത് സാധാരണ തയ്യാറാക്കുന്നത് ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനമാണ്. However, an organization may prepare a trial balance at the end of any chosen period, which may be monthly, quarterly, half yearly or annually depending upon its requirement. പക്ഷേ ഒരു സ്ഥാപനത്തിന് വേണമെങ്കിൽ ഒരു നിശ്ചിത കാലാവധിയുടെ അവസാനം, അതായത് ആവശ്യമനുസരിച്ച് ഒരു മാസത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ അർദ്ധവാർഷികമായിട്ടോ വാർഷികമായിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനമാണ്. ഇനി ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിനായിട്ട് എന്തൊക്കെ ഘട്ടങ്ങളാണ് പൂർത്തീകരിക്കേണ്ടതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് ലെഡ്ജറിലുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് കണ്ടുപിടിക്കണം. രണ്ടാമതായിട്ട് ഓരോ
അക്കൗണ്ടും ലിസ്റ്റ് ചെയ്യുകയും ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് പ്രസ്തുത കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അതായത് ഇവിടെ ഓരോ അക്കൗണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അതിന് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. മൂന്നാമതായിട്ട് ഡെബിറ്റ് ബാലൻസുകളുടെ ആകെ തുക കണക്കാക്കുക. ഇവിടെ വരുന്ന ബാലൻസുകളുടെ എല്ലാം ടോട്ടൽ ചെയ്ത് ഇവിടെ എഴുതുക. നാലാമതായിട്ട് ക്രെഡിറ്റ് ബാലൻസുകളുടെ ടോട്ടൽ ഇവിടെ രേഖപ്പെടുത്തുക. അഞ്ചാമതായിട്ട് ഡെബിറ്റ് ബാലൻസുകളുടെയും ക്രെഡിറ്റ് ബാലൻസുകളുടെയും ആകെ തുക തുല്യമാണോ എന്ന് പരിശോധിക്കുക. അതായത് ഈ രണ്ട് എമൗണ്ട് കോളത്തിലും വരുന്ന എമൗണ്ട്സ് തുല്യമാണോ എന്ന് പരിശോധിക്കുക. അപ്പൊ അവ തുല്യമാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അക്കൗണ്ടുകളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ആസ്തികൾക്കും ചെലവുകൾക്കും ഡെബിറ്റ് ബാലൻസും എല്ലാ ബാധ്യതകൾക്കും വരുമാനത്തിനും ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. അതാണ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. അസറ്റ്സ്, expenses and receivables account shall have debit balance, whereas all liabilities, revenues and payables accounts shall have credit balances. ഓർക്കുന്നില്ലേ, ഇത് ഞാൻ നമ്മുടെ റൂള് പഠിച്ചപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചത് എന്താ? എടാ ക്ലിക്ക് അല്ലേ. അതായത് എല്ലാ എക്സ്പെൻസുകൾക്കും അസറ്റ്സും, എക്സ്പെൻസുകളുടെ അക്കൗണ്ടുകൾക്കും അസറ്റുകളുടെ അക്കൗണ്ടുകൾക്കും എല്ലാം ഏത് ബാലൻസേ വരികയുള്ളൂ? ഡെബിറ്റ് ബാലൻസേ വരികയുള്ളൂ. അതുപോലെ ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും ഇതിന് ഏത് ബാലൻസേ വരികയുള്ളൂ? ക്രെഡിറ്റ് ബാലൻസേ വരികയുള്ളൂ. അപ്പോൾ ഇത് നമുക്കറിയാമെങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസ് തെറ്റത്തില്ല. നമുക്ക് എക്സാമിനേഷന് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രയൽ ബാലൻസ് നമുക്ക് തരും. നമ്മളോട് കറക്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പം ചോദിക്കാം. അപ്പം നമുക്ക് ഈ കാര്യം അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡെബിറ്റ് എമൗണ്ടിലേക്കും ക്രെഡിറ്റ് എമൗണ്ടിലേക്കും എമൗണ്ട് കറക്റ്റായിട്ട് എഴുതി നമുക്ക് ടാലി ആക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, objectives of preparing the trial balance. The trial balance is prepared to fulfill the following objectives. താഴെ തന്നിരിക്കുന്ന ഉദ്ദേശങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഫസ്റ്റ്, ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ സാംഖികമായ കൃത്യത നിർണ്ണയിക്കുന്നതിന്. സെക്കൻഡ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതിന്. തേർഡ്, ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ഇല്ലസ്ട്രേറ്റീവ് ട്രയൽ ബാലൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാ എക്സ്പെൻസുകളും അസറ്റ്സിനും ഡെബിറ്റ് ബാലൻസും ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലിനും എല്ലാം ഇവിടെ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും വന്നിരിക്കുന്നത്. കണ്ടോ, ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്, അസറ്റ് ആണ് ലാൻഡ് ആൻഡ് ബിൽഡിങ് ഡെബിറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെബിറ്റ്, എക്യുപ്മെന്റ് ഇതെല്ലാം കണ്ടില്ലേ. ഇതൊന്ന് നിങ്ങളൊന്ന് അനാലിസിസ് നടത്തി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണ് നമുക്ക് മനസ്സിലാവും. എല്ലാ എക്സ്പെൻസുകൾക്കും അസറ്റും ഡെബിറ്റ് ബാലൻസേ വരികയുള്ളൂ. ലയബിലിറ്റീസിനും ഇൻകംസിനും ക്യാപിറ്റലിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് അല്പം വിശദമായിട്ട് നോക്കണം. ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ വരെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഹെഡിങ് എഴുതി അത്യാവശ്യം ചെറിയ തോതിലൊരു എക്സ്പ്ലനേഷൻ അതിന് കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് ലെഡ്ജർ അക്കൗണ്ടുകളുടെ സാംഖികമായ കൃത്യത നിർണ്ണയിക്കുന്നതിന്. As stated earlier, the purpose of preparing a trial balance is to ascertain whether all debits and credits are properly recorded in the ledger or not, and that all accounts have been correctly balanced. As a summary of the ledger, it is a list of the accounts and their balances. When the totals of all the debit balances and credit balances in the trial balance are equal, it is assumed that the posting and balancing of accounts is arithmetically correct. അപ്പം അതിൻ്റെ അകത്ത് അത്രയും ഒന്ന് മാർക്ക് ചെയ്തിടുക. നിങ്ങളത് ചുരുക്കി എഴുതിയാലും മതി. എന്താ ഇതിൻ്റെ അകത്ത് പറയുന്നത്? അതായത് ആ സ്റ്റേറ്റഡ് ഏർലിയർ, അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ഡെബിറ്റുകളും ക്രെഡിറ്റുകളും ലെഡ്ജറിൽ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും എല്ലാ അക്കൗണ്ടുകളും
കൃത്യമായി ബാലൻസ് ചെയ്തിട്ടുണ്ടോ എന്നും കണ്ടെത്തുകയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിൻ്റെ ഉദ്ദേശം. എല്ലാ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസുകളുടെയും ഒരു സംക്ഷിപ്ത പട്ടികയാണ് ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിലെ എല്ലാ ഡെബിറ്റ് ബാലൻസുകളുടെയും ക്രെഡിറ്റ് ബാലൻസുകളുടെയും തുക തുല്യമായാൽ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തതും അവ ബാലൻസ് ചെയ്തതും സാംഖികമായി ശരിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അത്രയുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്, അത്രയും മതി. പിന്നെ ഇവിടെ പറയുന്നു, however the tallying of the trial balance is not a conclusive proof of the accuracy of the accounts. It only ensures that all debits and the corresponding credits have been properly recorded in the ledger. എന്താണ് ഇവിടെ പറയുന്നത്? പക്ഷെ ട്രയൽ ബാലൻസിന്റെ ഇരുവശവും തുല്യമാകുന്നത് കൊണ്ട് മാത്രം അക്കൗണ്ടുകളുടെ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയുകയില്ല. എല്ലാ ഡെബിറ്റുകളും അതിന് തുല്യമായ ക്രെഡിറ്റുകളും ശരിയായ രീതിയിൽ ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഇത് ഉറപ്പ് നൽകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ ഇത് ആക്യുറേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ട്രയൽ ബാലൻസിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ സാംഖികമായ കൃത്യത നിർണ്ണയിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. അതായത് തെറ്റുകൾ കണ്ടെത്താൻ സഹായിക്കുന്നു. എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. When a trial balance does not tally, we know that at least one error has occurred. അതായത് ട്രയൽ ബാലൻസ് ഡെബിറ്റ് ബാലൻസിന്റെയും ക്രെഡിറ്റ് ബാലൻസിന്റെയും തുക തുല്യമായിട്ടില്ലെങ്കിൽ അവിടെ ചുരുങ്ങിയത് ഒരു തെറ്റെങ്കിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ടാലി ആയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ എറർ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ എറർ may have occurred at one of those stages in the accounting process. അക്കൗണ്ടിങ് പ്രോസസ്സിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കാം ആ എറർ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒന്നുകിൽ ടോട്ടലിംഗ് ഓഫ് സബ്സിഡറി ബുക്സ്, സബ്സിഡറി ബുക്കുകൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത്, അതുപോലെ അല്ലെങ്കിൽ പോസ്റ്റിംഗ് ഓഫ് ജേർണൽ എൻട്രീസ് ഇൻ ദ ലെഡ്ജർ. നമ്മൾ ജേർണൽ എൻട്രികൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ വന്ന് തെറ്റാകാം. അല്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് അക്കൗണ്ട് ബാലൻസസ്, അക്കൗണ്ടുകളുടെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആകാം. അല്ലെങ്കിലോ ക്യാരിങ് അക്കൗണ്ട് ബാലൻസസ് ടു ദ ട്രയൽ ബാലൻസ്, അക്കൗണ്ട് ബാലൻസുകൾ ട്രയൽ ബാലൻസിലേക്ക് എടുത്തെഴുതിയപ്പോൾ തെറ്റിയതാകാം. അല്ലെങ്കിലോ ടോട്ടലിംഗ് ദ ട്രയൽ ബാലൻസ് കോളംസ്, ട്രയൽ ബാലൻസിലെ കോളങ്ങളുടെ ആകെത്തുക കണക്കാക്കിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആകാം. അപ്പം ഇങ്ങനെ ഇത്തരത്തില് തെറ്റുകൾ അക്കൗണ്ടിങ് പ്രക്രിയയിൽ വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ അക്കൗണ്ടിങ്ങിൽ എറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ബാലൻസുകളുടെയും ക്രെഡിറ്റ് ബാലൻസുകളുടെയും തുക തുല്യമാകുന്നുണ്ടെങ്കിലും അക്കൗണ്ടിങ് കൃത്യത ഇത് ഉറപ്പാക്കണമെന്നില്ല. കാരണം ചില തെറ്റുകൾ ഡെബിറ്റ് ബാലൻസുകളുടെയും ക്രെഡിറ്റ് ബാലൻസുകളുടെയും തുകകളുടെ തുല്യതയെ ബാധിക്കുന്നവയല്ല. ഉദാഹരണമായിട്ട് അക്കൗണ്ടന്റ് ജേർണൽ എൻട്രി നടത്തുമ്പോഴോ ജേർണൽ എൻട്രി ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോഴോ ശരിയായ തുക തെറ്റായ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തിയെന്ന് വരാം. ഇത് രണ്ട് അക്കൗണ്ടുകളിൽ തെറ്റായ ബാലൻസ് വരുത്തുന്നതിന് ഇടയാക്കും. അപ്പം അതുവഴി ട്രയൽ ബാലൻസ് തുല്യമാവുകയും ചെയ്യും. തെറ്റുണ്ടാകാനുള്ള മറ്റൊരു സാധ്യത, തെറ്റായ ഒരു തുക ഒരുപോലെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തത് കൊണ്ടാകാം. തെറ്റായ തുകയാണ്, പക്ഷെ അത് ഒരേപോലെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തു, അപ്പോഴും ട്രയൽ ബാലൻസ് തുല്യമാകാം. എന്നാൽ ആകെ ഡെബിറ്റും ക്രെഡിറ്റും ഈ ഒരു കേസിൽ തുല്യമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പം ട്രയൽ ബാലൻസിന്റെ ഇരുവശങ്ങളും തുല്യമായി എന്നതുകൊണ്ട് മാത്രം ക്യാഷ് ബുക്ക്, ജേർണൽ തുടങ്ങിയ അടിസ്ഥാന ബുക്കുകളിൽ എല്ലാ എൻട്രികളും കൃത്യമായി ഉണ്ടെന്നോ അല്ലെങ്കിൽ കൃത്യമായി പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല.
ട്രയൽ ബാലൻസിന്റെ ഇരുവശങ്ങളും തുല്യമാകുന്നതിലൂടെ പല വിധത്തിലുള്ള തെറ്റുകളും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ട്രയൽ ബാലൻസ് ചെയ്ത് നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അതായത് പല വിധത്തിലുള്ള തെറ്റുകളും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്നു. ട്രയൽ ബാലൻസ് ഈസ് കൺസിഡേർഡ് ആസ് ദി കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദി അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആൻഡ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അക്കൗണ്ടിംഗ് രേഖകളെയും ധനകാര്യ പത്രികകൾ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് ട്രയൽ ബാലൻസിനെ കണക്കാക്കാം. എന്തിനൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ട്രയൽ ബാലൻസ്? കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, അക്കൗണ്ടിംഗ് രേഖകളെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കണ്ണിയാണ് ഏതെന്ന് പറയുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഫോർ പ്രിപ്പയറിംഗ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വൺ need not refer to the ledger. In fact, the availability of the tallied trial balance is the first step in the preparation of financial statements. അപ്പോൾ യഥാർത്ഥത്തിൽ ഇരുവശങ്ങളും തുല്യമായ ഒരു ട്രയൽ ബാലൻസ് ലഭ്യമാവുക എന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന്റെ ആദ്യപടി. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കാൻ പോകുന്നതിന്റെ മുന്നമേ തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഒരു ഡെബിറ്റ് എമൗണ്ടുകളോ ക്രെഡിറ്റ് എമൗണ്ടുകളോ തുല്യമായ ഒരു ട്രയൽ ബാലൻസ് റെഡിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നതിന് ട്രയൽ ബാലൻസിൽ കാണുന്ന എല്ലാ വരവുകളുടെയും ചെലവുകളുടെയും അക്കൗണ്ട് ബാലൻസുകൾ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ എല്ലാ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഇവയുടെ ബാലൻസുകൾ ബാലൻസ് ഷീറ്റിലേക്കുമാണ് മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ ഇത്തരത്തില് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് വഴി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഏതൊക്കെയാണ്? ടു അസർട്ടൈൻ ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്സ്. സെക്കൻഡ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. Third, to help in the preparation of financial statements. Financial statementuകൾ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.